പാലക്കാട് ജില്ലയിൽ വഖഫ് ബോർഡിന്റെ കൈവശമുള്ളതെന്ന് ബോർഡ് പറയുന്ന സ്വത്തുക്കളുടെ വിവരങ്ങൾ ജനം ടിവിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പാലക്കാട്, ഒറ്റപ്പാലം, ചിറ്റൂർ, ആലത്തൂർ, മണ്ണാർക്കാട് എന്നീ 5 സബ് ഡിസ്ട്രിക്റ്റുകളിലെ 2219 കേന്ദ്രങ്ങളിൽ സ്വത്തുക്കളുണ്ടെന്നാണ് വഖഫ് ബോർഡ് പറയുന്നത്. പാലക്കാട് സബ് ഡിവിഷനിൽ 310, ഒറ്റപ്പാലത്ത് 255, ചിറ്റൂരിൽ 300, ആലത്തൂരിൽ 429, മണ്ണാർക്കാട് 917 എന്നിങ്ങനെയാണ് കണക്ക്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 110 സ്വത്തുവകകൾ ഉണ്ടെന്നും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പിരിയാരി, മാത്തൂർ, കണ്ണാടി എന്നിവിടങ്ങളിൽ 84 സ്വത്തുക്കൾ തങ്ങളുടേതാണെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ വഖഫ് അവകാശവാദങ്ങളുടെ പൂർണ്ണ വിവരം പുറത്തുവിടണമെന്ന ആവശ്യവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. 219ഓളം സ്ഥലങ്ങൾ വഖഫ് ഭൂമി ഉണ്ടെന്നാണ് വിവരങ്ങൾ വരുന്നത്. സൈറ്റിൽ നിന്നെല്ലാം വിവരങ്ങൾ വരുന്നത്. ജനങ്ങൾ ഇതെല്ലാം കണ്ട് വലിയ ആശങ്കയിലാണ്. സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ പോലും ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് സർക്കാർ പറയട്ടെ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയട്ടെ. 2219 സ്ഥലങ്ങൾ ഏതാണെന്നറിയാൻ പാലക്കാട്ടെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവർ വലിയ ആശങ്കയിലാണ്. കൽപ്പാത്തി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, നൂറിണി ഉണ്ടെന്ന് പറയുന്നു, വണ്ണക്കരി ഉണ്ടെന്ന് പറയുന്നു, ധോണി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല പ്രദേശങ്ങളും കൊപ്പം, പോസ്റ്റ് ഓഫീസിനടുത്തുള്ള കൊപ്പം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വലിയ ആശങ്കയിലാണ്. സർക്കാർ ഇതിലൊരു സുതാര്യ നിലപാട് സ്വീകരിക്കണം. വഖഫ് ഭൂമി ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് എവിടെയാണ് ഉള്ളത്, അത് എത്ര ഏക്കറുണ്ട് അല്ലെങ്കിൽ എത്ര സെൻറ്റ് ഉണ്ട്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം. പുറത്തു വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ വടക്കത്തറ, നൂറണി, വലിയങ്ങാടി, കൊപ്പം, പിരിയാരി, കിണാശ്ശേരി, കൊടുന്തരപ്പള്ളി, കാവിൽപ്പാട്, കല്ലേക്കാട്, യാക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ അനവധി പ്രദേശങ്ങൾ തങ്ങളുടെ കീഴിലാണെന്ന് വഖഫ് ബോർഡ് പറയുന്നുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന വാംസി വെബ്സൈറ്റിലാണ് ഈ കാര്യങ്ങളുള്ളത്. ജനം, പാലക്കാട്.